ഹേ ഗൈസ്, അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങളുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും വെച്ചും ബാക്കി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേക്ക് ഓവറിന് പോയിട്ട് മുടി വെട്ടാനായിട്ടായിരുന്നു പോയത്. പക്ഷെ അന്ന് തിരക്കാണ്, ഞങ്ങൾക്ക് വെട്ടാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോയി ഒന്ന് ചെറുതായിട്ട് മുടിയൊക്കെ വെട്ടി ഒന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് പോകാം. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഷെയറും ചെയ്യുക. അപ്പം നമുക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു കോലം ഇതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുടിയൊക്കെ വെട്ടി ഞങ്ങൾ കുറച്ചുകൂടെ കുട്ടപ്പികളായിട്ട് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ ഞാനും കൊച്ചും കൂടെ സലൂണിലെത്തി. അപ്പോൾ അവളുടെ ഇപ്പോഴത്തെ ഒരു മുടിയുടെ സ്ഥിതി എന്ന് പറയുന്നത് ഇതാണ്. കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം താഴെയൊക്കെ പൊട്ടി. അങ്ങനെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ആളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഷാമ്പൂ ഒക്കെ ഇട്ട് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ഹെയർ നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നാശമായി. കാരണം അവൾ 6 മാസം മുമ്പ് ഇവിടെ വന്ന് നിന്നപ്പോഴാണ് കംപ്ലീറ്റ് ഹെയറിൻ്റെയൊക്കെ കെയർ ചെയ്ത് നല്ല മുടിയൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷെ പിന്നെ നാട്ടിൽ ചെന്നതിന് ശേഷം അങ്ങനെയൊന്നും കെയറൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ മുടിയെല്ലാം ചീത്തയായി. അങ്ങനെ മുടിയൊക്കെ കഴുകി കൊണ്ടുവന്ന് ഇരുത്തി അങ്ങനെ അവൾക്ക് വേണ്ടുന്ന ഡിസൈനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവളുടെ മുടി വെട്ടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. കാരണം നല്ല നീളത്തിൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാമേജ് ഹെയർ ആണെങ്കിലും കുറച്ച് നല്ല നീളത്തിൽ മുടി ഉണ്ടായിരുന്നുകൊണ്ട് ഇത്രയും ചെറുതാക്കി കളഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഈ ഡാമേജ് ആയിട്ടുള്ള ഹെയർ നമ്മുടെ തലയിൽ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് അത് വെട്ടിക്കളഞ്ഞിട്ട് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടി കിളിച്ച് വരുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പം ഹെയറൊക്കെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ നെച്ചുൻ്റെ തലയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾക്ക് ബാക്കിൽ മുടി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അമ്മ അതെന്തോ ചെയ്യുന്നതെന്നുള്ള. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇങ്ങനെ പിടിച്ച് അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പം നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്ന ആളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മുടിയൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അപ്പം മുടിയിൽ ക്ലിപ്പ് ചെയ്തതൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത്. അപ്പം അകത്തോട്ടുള്ള കട്ടാണോ ഇഷ്ടം, പുറത്തോട്ടുള്ള കട്ടാണോ ഇഷ്ടം എന്നൊക്കെ ഉള്ളത്. അപ്പം അകത്തോട്ട് ചെയ്തത് ആൾക്ക് അത്ര അങ്ങോട്ട് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമത് അകത്തോട്ട് ചെയ്തതെല്ലാം പുറത്തേക്കാക്കി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഫേസിന് ചേരുന്ന രീതിയിലൊരു കട്ടായിരുന്നു ഇന്നലെ. അത് ഫൈനലി ഇത് കട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുടിയൊക്കെ മുറിച്ച് കളയുന്നത് എനിക്ക് കണ്ടപ്പം വിഷമമൊക്കെ തോന്നിയെങ്കിലും പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ആൾ 2 ദിവസം തല നനയ്ക്കത്തില്ല, ഈ ഹെയർ സ്റ്റൈലൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 2 ദിവസം ഇങ്ങനെ തല മാത്രം കുളിക്കലില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും തല കഴുകുന്ന ആളാണ്. ഇനിയിപ്പോൾ 2 ദിവസം തല കുളിക്കലില്ല. അപ്പം എന്തായാലും മുടിയൊക്കെ കംപ്ലീറ്റ് സെറ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാണ് അവളുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അമ്മമാർക്കാണല്ലോ മക്കൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതിനോട് ഇഷ്ടം. അപ്പോൾ അവളുടെ പിരിവൊക്കെ ഷേപ്പ് ചെയ്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം ഗൈസ്, ഞങ്ങൾ മുടിയൊക്കെ വെട്ടി. ദച്ചുൻ്റെ മുടിയുണ്ട്. ദച്ചു ഇപ്പം അസലൊരു പൂക്കിയായില്ലേ, പൂക്കിയെ പോലെ ആയില്ലേ. അപ്പം ഞാനും മുടിയൊക്കെ വെട്ടി. പിന്നെ എന്താ ത്രെഡൊക്കെ ചെയ്ത് ഒന്ന് കുട്ടപ്പിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളെ കാരണം സലൂൺ അടയ്ക്കാൻ ലേറ്റായി, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ വൈൻഡപ്പ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ എന്താ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. ബൈ ബൈ. ബ്ലൂ.